ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. നമുക്കിന്ന് എഴുത്തച്ഛൻ എന്ന മഹാകവിയുടെ ഹരിനാമകീർത്തനത്തിലെ അടുത്ത ഒരു പദ്യം നോക്കാം. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനന്ദാദിഹീനനദി ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസി നാരായണായ നമ. അപ്പോൾ ഇവിടെ ഭക്തി എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ കുടികൊള്ളേണ്ടത് എന്നൊക്കെ വർണ്ണിക്കുന്ന ഒരു പദ്യമാണ് ഇത്. അതായത് പറയുന്നു, ലക്ഷ്മി ദേവിയുടെ പ്രിയതമനായ വിഷ്ണു, ആ ഭഗവാൻ, ആദിയും അന്തവും ഇല്ലാത്ത ഭഗവാൻ, ഒരിക്കലും മാറ്റമില്ലാതെ നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങുന്ന ആ ഭഗവാൻ സ്ഥിരമായിട്ടൊരു കളിപ്പന്തലിട്ട് എൻ്റെ ഹൃദയത്തിൽ സ്ഥിരമായ കളിപ്പന്തലിട്ട് വിളങ്ങണേ, കളിയാടുക അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം. ഇതാണ് ഈ ഒരു പദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ആ വാക്കുകളുടെ അർത്ഥം നോക്കാം. നത്താരിൽ മാനിനി മണാളൻ എന്ന് പറയുമ്പോൾ നല്ല പൂവിൽ പിറന്നവളായ, അതായത് ലക്ഷ്മി ദേവിയാണ് പൂവിൽ പിറന്നവൾ. പിന്നെ താമരയിൽ ഇരിക്കുന്ന ലക്ഷ്മിയല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ലക്ഷ്മിയുടെ പ്രിയതമനും പുരാണപുരുഷൻ, പണ്ടേയുള്ളതാണ് ഭഗവാൻ. അപ്പോൾ പുരാണപുരുഷനും ആയ ഭക്തരിൽ അധികം വാത്സല്യമുള്ള ഭഗവാൻ, അനന്താദിഹീനനബി, ആദിയും അന്തവുമൊന്നുമില്ല ഭഗവാൻ. എപ്പോഴുണ്ടായി എപ്പോഴാണ് ഇല്ലാതെയാവുക എന്നും ഭഗവാന്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. നമ്മുടെ കാര്യത്തിലൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ഹേ അച്യുത എന്ന് വെച്ചാൽ ശ്രുതിയില്ലാത്തവനാണ് അച്യുതൻ, ഭഗവാൻ കൃഷ്ണൻ എന്ന് മാറ്റമില്ലാതെ വിളങ്ങുന്ന അങ്ങ് ചിത്തത്തിൽ, ഹൃദയത്തിൽ കളിപ്പന്തലിട്ട് സ്ഥിരമായൊരു കളിപ്പന്തലിട്ട് താമസമാക്കി എൻ്റെ മനസ്സിൽ വിളയാടിയിടുക, സദാ കളിയാടുക നാരായണായ നമഃ. ആ നാരായണനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുന്നു. അപ്പം ലക്ഷ്മി ദേവിയുടെ പ്രിയതമനും പണ്ടേ ഉള്ളവനും ഭക്തജനങ്ങളിൽ വാത്സല്യമുള്ള ഭക്തവത്സലനായ ഭഗവാൻ, ആദിയും അന്തവും ഇല്ലാത്ത ഭഗവാൻ അങ്ങനെയാണെങ്കിലും ഒരിക്കലും മാറ്റമില്ലാതെ വിളങ്ങുന്ന അങ്ങ് എൻ്റെ ഹൃദയത്തിൽ സ്ഥിരമായൊരു കളിപ്പന്തലിട്ട് താമസമാക്കി എൻ്റെ ഹൃദയത്തിൽ സദാ കളിയാടുക അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം എന്നാണ് ഈ ഒരു പദ്യം പറയുന്നത്. അപ്പോൾ എന്താണ് ഈശ്വരൻ്റെ സ്വരൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു ഇതിൽ. എന്താണ് ഈശ്വരന് ആദിയും അന്തവും ഇല്ല, സനാതനനാണ്, എന്നും സ്ഥിരമാണ്, സത്യസ്വരൂപനാണ്, കാലവും ദേശവും കാലദേശാവധിഭ്യം എന്ന് നാരായണീയത്തിൽ പറയുന്നുണ്ട്. സാന്ദ്രാനന്ദബോധം കാലദേശാവധിഭ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ ആദിയും അന്തവുമില്ല, എന്ന് ജനിച്ചു എന്നൊന്നും അറിയില്ല, അങ്ങനെയുള്ള അഖണ്ഡബോധസ്വരൂപമായ ആ സത്യസ്വരൂപനായ ഭഗവാൻ, ആ ഭഗവാനാണ് നത്താരിൽ മാനിനി മണാളൻ, അതായത് പിന്നെ ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ. ലക്ഷ്മി ദേവി എല്ലാ സമ്പത്തിനും പ്രതീകമാണ്. അതുപോലെ ഭഗവാനാണെങ്കിൽ ശംഖചക്ര ഗദാധാരിയായ ഭഗവാൻ, ചതുർബാഹുവായ ഭഗവാൻ. വിഷ്ണു എന്ന പദത്തിന് അർത്ഥം തന്നെ എങ്ങും വ്യാപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വ്യാപ്നോതി ഇത് വിഷ്ണു എന്നാണ് പറയുക. അപ്പോൾ അത് കാരണം എന്നും വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ. ആ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഏകാഗ്രത, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തുകയും ആ മനസ്സിൽ ഭഗവാൻ വിളങ്ങണേ എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് വിളങ്ങുക? അതിനാണ് ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ട് വിളങ്ങുക എന്ന് പറയുന്നത്. നിരന്തര സ്മരണ വേണം ഭഗവാന്റെ, അപ്പോഴേ ഭഗവാൻ ചിത്തത്തിൽ കളിപ്പന്തലിട്ട് വിളങ്ങുള്ളൂ. അതാണ് അച്യുത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശ്രുതിയില്ലാത്ത ഭഗവാൻ. ആ ഭഗവാനെ സദാ ഓർമ്മിക്കുക എന്നുള്ള ഒരു
പിന്നെ സന്ദേശമാണ്. ചിത്തത്തിൽ മനസ്സിൽ കളിപ്പന്തലിട്ട് വിളയാടുക എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് വിളയാടേണ്ടത്? എന്നും കുടികൊള്ളണം എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. ഭഗവാൻ എന്നും കുടികൊള്ളണം. നമ്മൾ ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഭഗവാനെ ഓർക്കുന്നു, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുമ്പോൾ ഓർക്കുന്നു, അങ്ങനെയല്ല എന്നാണ് നിരന്തര സ്മരണയാണ് നിലനിർത്തേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ്, ചിത്തം എന്ന് പറയുമ്പോൾ അന്ധക്കരണം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇങ്ങനെ അന്ധക്കരണത്തെ 4ആയിട്ട് തിരിക്കാം. അത് നമ്മുടെ 4 എന്താ പറയുക, അന്ധക്കരണത്തിൻ്റെ 4 ഭാഗം. അപ്പോൾ അന്ധക്കരണം എന്താണെന്ന് ചോദിച്ചാൽ മനോബുദ്ധി ചിത്തം അഹങ്കാരം, അതാണ് ബ്രഹ്മാവിൻ്റെ 4 തലകളായിട്ട് പറയുന്നത്. അല്ലാതെ ബ്രഹ്മാവിന് 4 തലകളൊന്നുമില്ല. അങ്ങനെ സദാ ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കാൻ എൻ്റെ മനസ്സിന് കഴിയണമേ. വിളയാടിയിടുക എൻ മനസ്സി എന്നാണ് പറയുന്നത്. എന്നും എൻ്റെ മനസ്സിൽ കളിക്കണം ഭഗവാൻ എന്നാണ്. അതാണ് വിളയാടിയിടുക എൻ മനസ്സി. ഭഗവാൻ ചിത്തത്തിൽ ജീവിക്കണം, വിളയാടണം, എന്നും കളിക്കണം. അപ്പോൾ നമ്മൾ കളിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അത്രയും സന്തോഷമായിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഭഗവാനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഉള്ളിൽ നിലനിർത്തുമ്പോൾ, ആ ഒരു സന്തോഷ അവസ്ഥയിലായിരിക്കണം ഭഗവാനെ ഉള്ളിൽ സ്മരിക്കേണ്ടത് എന്നും പറയുന്നു. അതായത് മനസ്സിനെ എന്നിൽ അർപ്പിക്കൂ, ബുദ്ധിയെ എന്നിൽ ഉറപ്പിക്കൂ. ഇത് രണ്ടുമായാൽ മനസ്സും ബുദ്ധിയും എന്നിൽ തന്നെ നിലനിൽക്കും, സംശയം വേണ്ട എന്ന് ഗീത 12-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതായത് മയ്യേവ മന അധസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അധ ഊർധ്വം ന സംശയ എന്ന് ഭക്തിയോഗം ചാപ്റ്റർ 12 ഗീത 8-ാമത്തെ ശ്ലോകം പറയുന്നു. അപ്പോൾ മയ്യേവ എന്നിൽ തന്നെ, മന ആദസ്വ മനസ്സിനെ ഓർപ്പിക്കൂ, മൈ ബുദ്ധി നിവേശയ ബുദ്ധിയെ എന്നിൽ തന്നെ ഉറപ്പിക്കൂ. അങ്ങനെ ആയാൽ നീ നിവസിഷ്യസി മയ്യേവ അധ ഊർധ്വം ന സംശയ, അങ്ങനെ ആയാൽ വിട്ടുപോകാതെ നീ എന്നിൽ തന്നെ സ്ഥിതി ചെയ്യും, അതിന് സംശയമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ഗീതയിലുള്ള ആ ഒരു ശ്ലോകത്തിൻ്റെ വേറൊരു രീതിയിലുള്ള ഒരു അവതരണമാണ് ഈ ഒരു പദ്യമെന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയാണ് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി എല്ലാ ചിന്തകളെയും ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് സദാ ഭഗവാൻ മനസ്സിൽ കളിയാടുകയാണെങ്കിൽ സദാ ഒരു സന്തോഷ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നും പറയുന്നു. അതാണ് ഈ ഒരു പദ്യം. ഒരിക്കൽ കൂടെ വായിക്കാം. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനന്ദാദിഹീനനദി ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസി നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. അപ്പം ഈ ഒരു പദ്യം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. അപ്പോൾ ഈ വലിയ ഒരു ഇത്രയും വളരെ ശ്രേഷ്ഠമായ ഈ ഒരു ഹരിനാമകീർത്തനം നമുക്ക് തന്ന എഴുത്തച്ഛൻ എന്ന മഹാകവിക്ക് മുമ്പിലും ഈ ഒരു പദ്യത്തിൻ്റെ ഒരു വിവരണം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഓം തത്സത്.